രാജാവിന് തൃപ്തിയായില്ല. അടുത്തത് ആരാണ് ഈ രംഗത്ത് അവതരിപ്പിക്കാൻ വരുന്നത്? കലാകാരായാലും കലാകാരികളാണെങ്കിലും. അതാണ്ട് ഒരു കൊച്ചുകൂട്ടി ഓടി വരുന്നുണ്ടോ? ഒരു 10 വയസ്സ് കാണും അല്ലേ? രാജാവിനെ വണങ്ങി ചിരിച്ചു തൊഴുതു. ആ നൃത്തം പഠിച്ചതാണോ മോള്? പഠിച്ചതാണ്. നടക്കട്ടെ, വേറെ ഒന്നും ആലോചിക്കണ്ട, നടക്കട്ടെ. അളകാപുരിയിലെ പൂവുണ്ട്, മധുരാപുരിയിലെ പൂവുണ്ട്, അളകാപുരിയിലെ പൂവുണ്ട്, അല്ല മധുരാപുരിയിലെ പൂവുണ്ട്. പൂവുണ്ട്, മല്ലികപ്പൂവുണ്ട്, മല്ലികൾ തോടുന്ന പൂവുണ്ട്. അളകാപുരിയിലെ പൂവുണ്ട്, അല്ല മധുരാപുരിയിലെ പൂവുണ്ട്. മോളെ എന്തേ പിടിച്ചില്ലേ? കുഴപ്പമില്ലല്ലേ? 10 വയസ്സുള്ള കുട്ടിയുടെ കളിയുണ്ടു. ഒരു പടം പറയുകയാണ്, പ്രിയമുള്ളവരെ, ഇന്ന് മഹാരാജാവിന്റെ സന്നദ്ധിയിൽ ശാസ്ത്രീയമായി പഠിച്ചവർ, അല്ലാതെ വേണം കേട്ടോ. ശാസ്ത്രീയമായി പഠിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് നൃത്തം ചെയ്യാം. നൃത്തമാണെങ്കിലും സംഗീതമാണെങ്കിലും വരാം. അതാ വരുന്നു. ഒരു സ്ത്രീ കയറി വരുന്നുണ്ട്. എത്ര വയസ്സ് തോന്നിക്കും ചേട്ടാ? വരുന്നുണ്ട്. വരട്ടെ, നോട്ട് വരട്ടെ. എത്ര വയസ്സ് തോന്നും? ഒരു 35 വയസ്സ് തോന്നിക്കും. അതേ ഉള്ളൂ. വേഷമൊന്നും കെട്ടിയിട്ടില്ലല്ലോ? വേഷം കെട്ടിയിട്ടില്ല. എന്താ പേര്? എന്റെ പേര് സുധാമാദേവി. സുധാമാദേവി. കൊള്ളാം അല്ലേ? നൃത്തമെല്ലാം പഠിച്ചതാണോ? അയ്യോ മഹാരാജൻ, ഞാനല്ല, എനിക്കൊരു മകളുണ്ട്. മകളാണോ നൃത്തം? അതെ. എവിടെ? അണിയറയിൽ ഒരുങ്ങി നിൽക്കുന്നു. അതെ. വരാൻ പറയും. അതാ വരുന്നു. ദേവലോകത്ത് നൃത്തം ചവിട്ടുന്ന ദേവകന്യകളിലും ആരെങ്കിലും ആയിരിക്കുമോ? അത്ര സൗന്ദര്യമല്ലേ? ഉർവശിയാണോ? മേനകയാണോ? ഇത് ഉർവശി മേനകയൊന്നും അല്ല. ഇത് അവരൊന്നും അല്ല. തിരുവത്തമയാണോ? സമ്മതിക്കല. അവരാരുമല്ല. അതാ വരുന്നു. തഴച്ചു നിൽക്കുന്ന ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ എളിയിൽ ചേർത്ത ഗുണവുമായി മന്നം നടന്നു വരുന്ന പെണ്ണിനെ പോലെ, സ്വപ്നം പോലെ, പുഷ്പം പോലെ. എനിക്ക് കഴിയത്തില്ല. ഹേമന്ത ചന്ദ്രിക വിളിക്കുന്ന മൃദുകാസവുമായി ആ സൗന്ദര്യവതിയായ പെൺകുട്ടി മഹാരാജാവിനെ വണങ്ങി. എത്ര മനോഹരം ആ സൗന്ദര്യം! കൊള്ളാല്ലേ? ഒന്ന് പറയാം. ചന്ദ്രനെ വെല്ലുന്ന ചരുമുഖാകൃതാങ്കി മെല്ലെ മെല്ലെ നടന്ന് ഉദ്യാനം പോകുമ്പോൾ ചന്ദ്രനെ വെല്ലുന്ന ചരുമുഖാകൃതാങ്കി മെല്ലെ മെല്ലെ നടന്ന് ഉദ്യാന പോകിയ സന്ധ്യപ്രഭയവൾ പട്ടുടയാട ഭംഗി തെറ്റേറി വരുന്നല്ലോ മെല്ലെ നടന്നവൾ. സന്ധ്യപ്രഭയവൾ പട്ടുടയാട ഭംഗി തെറ്റേറി വരുന്നല്ലോ മെല്ലെ നടന്നവൾ. അബ്ദിയിൽ മാരുതന്റെ മാരുതന്റെ ആന്തോളനത്താലവൾ കുറുനിരപ്പാകിരുന്നു. തെഞ്ചുമ്പിൽ മന്ദഹാസം ചൂടാനവൾ എന്തൊരന്ത ഭാവം അവളെ ഭരിക്കുന്നു. അവളെ ഭരിക്കുന്നു. രാജാവേ വണങ്ങി നൃത്തം ആരംഭിക്കാം. സംഗീതമാണോ? സംഗീതം പഠിച്ചിട്ടുണ്ടോ? അയ്യോ മഹാരാജൻ, സംഗീതം പഠിച്ചതാണ്. ശരിയാണ്. സംഗീതത്തിൽ പാടി, വരാടി, പന്തുവരാളി, ആനന്ദ ഭൈരവി എന്ന് വേണ്ട എല്ലാ രാഗങ്ങളും പഠിച്ചു. അതെ. അല്ല, പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് മാധവി. നല്ല പേര്. പഴയ കാലത്തെ സുന്ദരിയായ മാധവി എന്ന നർത്തകി.
അതെ. നൃത്തമെല്ലാം പഠിച്ചതാണ്. പഠിച്ചതാ അല്ലേ? 9 കൂത്തുകൾ പഠിച്ചു. നൃത്തത്തിൽ കുടംകൂത്ത് മുതലായ കൂത്തുകളെല്ലാം പഠിച്ചു. ഇപ്പോൾ ഇന്നിവിടെ എന്താണ് നടത്തുന്നത്? ഇവിടെ ഒരു നൃത്ത പരിപാടിയാണ് ഞാൻ അവതരിപ്പിക്കുന്ന മഹാരാജൻ. പകമേളക്കാരെല്ലാം വന്നിട്ടുണ്ടല്ലോ. അതെ അതെ. ഇന്നത്തെ കൂട്ട് കാസിട്ടിട്ട് ഡാൻസ് അല്ല. അന്ന് പക്കമേളക്കാർ വന്നു നിരന്നു പക്കം ചൊല്ലി കൊടുക്കുന്നു. തും തക്കട കിടന്നു കത്തരിക്കട സത്തി താ. നടക്കുന്നു. നർത്തകി അരങ്ങിൽ നൃത്തം അഭ്യസിക്കാൻ നിൽക്കുന്നു. വായ്പാട്ട് പാടുന്ന അതാ അവർ വന്ന് ആ വായ്പാട്ട് ആരംഭിക്കാൻ പക്കം ചൊല്ലിക്കൊടുക്കുന്നതിന് ശേഷം കാവ്യദേവതേ കാൽത്തിലംബോലി വരൂ. കാവ്യദേവതേ കാൽത്തിലംബോലി വരൂ. ദാസന്റെ ഓമന പുത്രിയായ ജന്മമേടുത്തവളല്ലോ നീ. കാവ്യദേവതേ കാൽത്തിലംബോലി വരൂ. അല്ലേ മനോഹരമായിട്ടുണ്ടാ. പണ്ടു ശകുന്തള പണ്ടു ശകുന്തള അമരയിലകളിൽ നിന്നെ പാടി ഉറക്കിയതല്ലേ വർണ്ണകുമാരികൾ നിന്നിരുവാറിൽ വനപുഷ്പങ്ങൾ ചാരിയതല്ലേ. കാവ്യദേവതേ മനോഹരം. എല്ലാവരും കൈയടിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും സന്തോഷത്താൽ നർത്തകിയുടെ ആ നൃത്തം കണ്ട് കൈയടിച്ചു. നിമിഷങ്ങൾ കഴിഞ്ഞു. എല്ലാവരുടെയും കൈയടിയും ആരവം കേട്ടായിരിക്കാം മഹാരാജാവ് കൊടുക്കുന്ന സമ്മാനങ്ങൾക്ക് പുറമേ മഹാരാജാവിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ നവരത്നമാല മാധവിയായ നർത്തകിക്ക് സമ്മാനിക്കുന്നു. അത് കൊള്ളാലോടെ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇരു കൈകളും നീട്ടി അത് വാങ്ങി ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ സദസ്സിനെ കാണു നിൽക്കുമ്പോൾ പടയാളി വിളിച്ചു പറയുകയാണ്, ഈ വർഷത്തെ ഉത്സവം സമാപിച്ചിരിക്കുന്നു. ഈ സദസ്സ് പിരിച്ചുവിട്ടിരിക്കുന്നു. എല്ലാവർക്കും അവരവരുടെ വീടുകളിലേക്ക് പോകാം അല്ലേ? രാജകൽപ്പനയാണ്. അതെ അതെ. എഴുന്നേറ്റു പോകുന്നു. തിരിഞ്ഞു നോക്കിയും ആളുകൾ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരാൾ മാത്രം അതാരാ? സൗന്ദര്യവതിയായ നർത്തകിയെ നോക്കി നിൽക്കുന്നു. മറ്റാരുമല്ല, നമ്മുടെ കണ്ണകിയുടെ ഭർത്താവായ കോവലൻ. എവൻ ഒരു പണിയില്ലയോ? അങ്ങനെ പറയാക്കൂ. മാല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ
സുധാമാദേവി പണക്കൊതിച്ചിയായ പണം കൊതിച്ചിയായ മകളെ കൈക്ക് പിടിച്ച് വലിച്ചിഴച്ചു. മതി, വാ. എന്റെ അമ്മയെ ഞാൻ അങ്ങോട്ടല്ലേ വരുന്നത്. ഇത്ര ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? കൊണ്ടുപോയി മഹാരാജാവ് കൊടുത്ത ആ മാല പൊക്കിയും തൂക്കിയും ഓ അതാ കാര്യം കേട്ടോ. മോളെയല്ല ഒരു വർഷത്തെ ഫലം പ്രയോജനം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. വില്ലന്റെ ഒരു ചെറിയ പ്ലേക്ക് ശേഷം വില്ലന്റെ ഒരു ചെറിയ പ്ലേ, ഒരു പ്ലേക്ക് ശേഷം വയ്ക്ക് സൂക്ഷിക്കണം, അടുത്തിരിക്കുന്ന ആളുകൾ സൂക്ഷിക്കണം. വില്ലന്റെ കയ്യിലിരിക്കുന്ന മുനയുള്ള സാധനം കൊണ്ട് കുത്തി എന്ന് മാഷിനോട് ഇവിടെ ഒരു പ്രശ്നമല്ല. വില്ലന്റെ പ്ലേ അത് കാണണം. ഇതാണോ വില്ലന്റെ പ്ലേ? അല്ല, നമ്മൾ പറഞ്ഞപ്പോ ഏതാണ്ടൊക്കെ അങ്ങ് പേടിച്ചു പോയില്ലേ? കുഴപ്പമൊന്നുമില്ല, നടക്കട്ടെ. ഇങ്ങോട്ടൊക്കെ നോക്കരുത്. ഞാൻ ആള് ചിരി പശക ഉള്ള കാര്യം പറയാം. അങ്ങോട്ടും കാണാതെ പൊക്കോണം, അവിടുന്ന് വില്ലടിച്ചോണം. ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഉണ്ടല്ലേ? അല്ല, സൂക്ഷിച്ചോണോ, അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുമായിരുന്നു. എന്തുവാ സംഭവം? എന്ത് ചെയ്യും? എന്താ ഇത്? ശരി, കുഴപ്പമൊന്നുമില്ല. ഇതെന്താ സംഭവം? സംഭവമൊന്നുമില്ല. കുറച്ചാളായി ഇവിടെ മഴ പെയ്തിട്ട്. മഴയുണ്ടോന്ന് ഇവിടെ മഴയുണ്ടോ നോക്കുക. ഇല്ല, ആ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നല്ല അന്തരീക്ഷമാണ്. പോയി കിടക്കുന്നത്. പുള്ളിക്ക് എന്തോ വൈരാഗ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നമുക്ക് നോക്കിയിരുന്നെ കാര്യം. എടാ, ഇങ്ങോട്ട് പോരെ, ഇപ്പോഴോട്ട് പോരെ. എന്താ കുഴപ്പമില്ല, എടുക്കാൻ എടുക്ക.
അല്ല ഇതെന്താ സംഭവം? വിക്രമാദിത്യനും വേദാളോ? എന്റെ നെഞ്ചത്ത് അല്ല ഇതെന്തുവാടേ സംഭവം? ഇതിനെ അങ്ങോട്ട് പിടിക്ക്, വേണം, വേണം, ഇവിടെ. ഇതിനെ അങ്ങോട്ട് പിടിക്ക്. നമ്മള് പോരെ. ഞാൻ ആള് ചിരി പച്ച കാര്യം പറയാമല്ലോ. പിടിച്ചോ, പിടിച്ചോ, ആ, പിടിച്ചോ. എടുക്കാം, 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 എടുക്കാം. ഹായ്. പോയി കിടക്കുന്നത് എത്ര എണ്ണ പറഞ്ഞിരിക്കുന്നത്? എന്തുവാ ഇവിടെ? അല്ല ഇതെന്താ സംഭവം? എടേ അങ്ങോട്ട് ഇറങ്ങുമ്പോ ഒരു പരിപ്പോടെ ഒരു ചായയും വാങ്ങിച്ചു തരാം. ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ. ഭയന്ന് പോയല്ലോ. കുഴപ്പമില്ല. ഇല്ല എടുക്കാം. ഒന്നുമില്ല. അപ്പോ കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ഒരു വർഷത്തോളമായിരിക്കും. അതെ, ഒരു വർഷത്തോളം. ഒരു വർഷക്കാലമായപ്പോ നമ്മുടെ നർത്തകിയുടെ വീട്ടിൽ ചില ഫോട്ടോയിലും ചീറ്റിലുമൊക്കെ നർത്തകിയുടെ വീട്ടിൽ, അതെ, മറ്റൊന്നുമല്ല, മഹാരാജാവ് കൊടുത്ത പണമെല്ലാം തീർന്നിരിക്കുന്നു. അത് ശരി. ഓ, എല്ലാം വിറ്റ് ഇനി മഹാരാജാവ് കൊടുത്ത മാലയൊന്ന് വിറ്റാൽ അത് നല്ല തുക കിട്ടും. അത് ശരി. കൊള്ളാമല്ലോ. ഈ പക്കമേളക്കാരെയൊക്കെ തീറ്റിപ്പോയിട്ടുണ്ട്. അത് വേണം. അതുകൊണ്ട് മാല വിൽക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല, ഒരു 50,000 പൊൻപണം തരികയാണെങ്കിൽ 6 മാസത്തേക്ക് നമ്മുടെ മാധവി എന്ന നർത്തകിയെയും വിൽക്കപ്പെടാം. ഓ, അത് കൊള്ളാല്ലേ. അപ്പൊ 50,000 പൊൻപണം കൊടുക്കുവാണെങ്കിൽ അങ്ങനെ സംഭവിക്കും. 50,000 പൊൻപണം മഹാരാജാവ് കൊടുത്ത മാലയ്ക്കും
50,000 പൊൻപണം നമ്മുടെ നർത്തകിയായ മാധവിക്കും ആരുടെ കയ്യിലുണ്ട്? ആര് കൊടുക്കും? മേളക്കാരനായവനെ വിളിച്ചു വേള, നീ എത്രയും പെട്ടെന്ന് ജനം കൂടുന്ന കവലയിൽ കൊണ്ടുചെന്നത് ഈ മാല ലേലം ചെയ്യണം. അത് ശരി. ആര് പൈസ കൂടുതൽ തരുന്നു അവർക്ക് കൊടുക്കണം. അത് ശരി. ഇത് കേട്ടതും വേലൻ മാലയും വാങ്ങി ജനം കൂടുന്ന കവലയിലേക്ക് പോവുകയാണ്. അതായത് കമ്പോളത്തിലേക്ക് പോവുകയാണ്. ജനം കൂടുന്ന കവലയിൽ ചെന്നു. സുധാമാദേവി കൊടുത്ത മാല ഉയർത്തി പിടിച്ചുകൊണ്ട് കുറച്ചാളുകൾ അവിടെയും ഇവിടെയും നിൽക്കുന്ന ജനത്തെ കണ്ട് പെരിയവരുകളെ തായ്മാറുകളെ, പുള്ളി തമിഴാളിയാ കേട്ടോ, പകുതി തമിഴും പകുതി മലയാളോ. വലിയവരെ ചെറിയവരെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്താണ് എന്നായിരിക്കുമല്ലേ? അതെ. മഹാരാജൻ കയ്യിലിരുന്ന് കിടത്ത ഇന്ത ഹാരം കൊടുക്കാൻ പോകുന്നു. അത് കൊള്ളാം. അല്ലേ കൊടുക്കട്ടെ കൊടുക്കട്ടെ. അല്ല എന്താ 50,000 പൊൻപണം യാർ കൊടുക്കുന്നോ അവർക്ക് ഇന്ത മാലയും അന്ത നൃത്ത മണ്ഡപത്തിലെ ആടിന അന്ത നർത്തകിയെയും അഴിക്കപ്പെടും. എന്തോന്നാ അഴിക്കപ്പെടുമെന്ന്? വിൽക്കപ്പെടുമെന്ന്. 6 മാസത്തേക്ക് വിൽക്കപ്പെടുമെന്ന്. അത് ശരി. ഇത് കേട്ടപ്പോഴത്തേക്ക് പല ആളുകളും പഴയ കാലത്തെ ജുപ്പായിൽ കൈയിട്ട് പോക്കറ്റിലുണ്ട് പണമെന്നവരൊർത്തുമല്ല തിക്കിക്കടത്തി ചെറുകൈകൾ അതിന്റെ ഉള്ളിൽ ഞെക്കി തുടങ്ങി പലയിടമേതു മഞ്ഞ് നോക്കി തുടങ്ങി. പോക്കറ്റിൽ പണമില്ല. 10, 15,000, 20,000. ആരുടെയും കയ്യിൽ 1,50,000 ഇല്ല. അത് ശരി. എല്ലാവരും വന്ന് എത്തി നോക്കുന്നു പോകുന്നു, എത്തി നോക്കുന്നു പോകുന്നു. സന്ധ്യ വരെ വേലൻ മാല അവിടെ നിന്ന് അല്ലറിക്കോട്ട് നിൽക്കുക. പെരിയവരുകളെ, ഇത് വിൽക്കാതെ കൊണ്ട് ചെല്ലാൻ നോക്കുവോ? തായ്മാർകളെ, പെരിയവരുകളെ, തായ്മാർകളെ, വീട്ടിലോട്ട് പോകാൻ നോക്കുക. പെരിയവരുകളെ വഴഞ്ഞു. എന്താ ചെയ്യുന്നത്? സന്ധ്യയോട് അടുക്കുന്നു. സന്ധ്യയോട് അടുത്തപ്പോൾ ഒരു പണക്കിഴി വന്ന് വേലന്റെ മുന്നിൽ വീഴുന്നു. എണ്ണി നോക്ക്. അതാ എണ്ണി നോക്കി 1,00,000 പരം പൊൻപണം. ആരുടെ ഇത്? അന്നും അംബാനിമാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എത്രയ്ക്ക് പണമുള്ളവരാരാണ് ഇവിടെ? സൂക്ഷിച്ചു നോക്കി. അരുമേ കണ്ടാൽ കോതി തോന്നും മറ്റൊരു കോമളഗാത്രനാണാത്തരുണൻ. അരുമേ കണ്ടാൽ കോതിക്കുന്ന മറ്റൊരു കോമളഗാത്രനാണാത്തരുണൻ. അത്രയ്ക്ക് സൗന്ദര്യവാനായ ആ ചെറുപ്പക്കാരനാണ്. മാല അങ്ങോട്ട് നീട്ടി. വേണ്ട. അപ്പൊ മാലയും വേണ്ട. ഈ മാല വാങ്ങാൻ നാളെ എവിടെ എത്തുമെന്ന് പറ. നിന്റെ കൊച്ചമ്മയോട് പറ. അതാണ് വേലൻ മാലയും മടിയിൽ വെച്ച് പണവും മടിയിൽ വെച്ചുകൊണ്ട് അതിവേഗം അതാ പോവുകയാണ്. എഴുതിയെന്ന് കൊച്ചമ്മയെ വിളിച്ചു. പെരിയവരുകളെ, തായ്മാർകളെ വിളിച്ചുകൊണ്ടിരുന്നവൻ ചെന്ന് അമ്മ കിടച്ചാച്ചു. നീ അലറാതെ കാര്യം പറ. മാല വിറ്റോ? കൊടുത്തു. പക്ഷേ കൊണ്ടുപോയില്ല. മാല കൊണ്ടുപോയില്ലയോ? ഇല്ല. പണം കിട്ടിയോ? ഇത് വാങ്ങാൻ നാളെ ഇവിടെ എത്തും. ഓ അത് ശരി. അങ്ങനെയാണോ? ഇതെല്ലാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരുന്ന സൗന്ദര്യവതിയായ നർത്തകിയായ മാധവി. അയ്യോ കഷ്ടം, പാവം. എന്റെ വാക്കുകൾ കേട്ട് ആദ്യമായി ഒരു പുരുഷനെ നോക്കാത്ത ആ നർത്ത സൗന്ദര്യവതി ആലോചിച്ചു, അമ്മ ഇത്രക്കാരിയാണോ? ശരിയാണോ? അന്ന് ദേവദാസികൾ ചെയ്യണം, അങ്ങനെയുള്ള ഉദ്ദേശമാണ്. ആ സൗന്ദര്യവതിയായ നർത്തകി മാധവി നാളെ കാലത്ത് ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് പോകുന്നു. ആരാണ് വരുന്നത്? പ്രഭാത സൂര്യൻ മാധവിയുടെ വസതിയിലേക്ക് കടന്നു വന്നത്. നോക്കൂ, ആരാണ്? ആരിവൻ അമിത പരാക്രമി, ആരിലും അത്ഭുതമരുളുന്നു.
ആരിവൻ ഇവൻ ആരിവൻ ആരിവൻ അമിത പരാക്രമി ആരിലും അത്ഭുതമരുളുന്നു അജാനുക്കളാ ചുംബിത ഘനയുഗമായിടുമോ അജാനുക്കളാൽ അടിച്ചുയർന്നൊരു തോളിടമതിൽ എടുത്തുയർത്താൻ ശീലുള്ളോ അടിച്ചുയർന്നൊരു തോളിടമപ്പോൾ എടുത്തുയർത്താൻ ശീലുള്ളോ ദിവ്യ തേജസ് ആരോഗ്യത്തിന്റെ കാത്താണ് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ശരീരഘടന എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ആ ചെറുപ്പക്കാരൻ നർത്തകിയുടെ വസതിയിലേക്ക് കയറി ആ തിണ്ണയിലേക്ക് കാല് വെച്ചു ഒരു വെള്ളിടി വീശി കണ്ണകിയുടെ മനസ്സിൽ കൂടി ഒരു മിന്നൽ പുണർ കടന്നുപോയി തന്റെ പ്രിയതമനേതോ ആപത്ത് വിളഞ്ഞതുപോലെ അകത്തു കയറി മോളെ മാല അവന്റെ കഴുത്തോലിട്ടിട്ടേ ഇന്നത്തെ കുട്ടി ഷർട്ടൊന്നും ഇല്ലാത്ത ശരീരമാണ് അന്ന് ദേഹമാസകലം പൊന്ന് കൈ നിറച്ച് പൊന്ന് കഴുത്ത് നിറച്ച് പൊന്ന് കാതിൽ കുണ്ടളം എല്ലാം കൊണ്ടും ഒത്തിണങ്ങി നൃത്തം ചവിട്ടിയ ഒരു സൗന്ദര്യവാൻ മറ്റാരുമല്ല അല്ല കൊള്ളാമ്പലോടെ നമ്മുടെ കണ്ണകിയുടെ ഭർത്താവ് വീട്ടിലെത്തിയിരിക്കുന്നു അത്ത മോളെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു പിഴിഞ്ഞു അവന്റെ കയ്യിലുള്ളതെല്ലാം എന്റെ അമ്മയെ അദ്ദേഹം ഇങ്ങോട്ടൊന്ന് കേറി വരട്ടെ 6 മാസം കൊണ്ട് വാങ്ങണം അങ്ങനെ കോവലൻ വന്നു മാലയിട്ടു സ്വീകരിച്ചു സന്തോഷാദികൾ നിറഞ്ഞ ദിനരാത്രങ്ങൾ കടന്നു പോകുന്നു അല്ലേ കുറെ നാൾ അങ്ങനെ പോയി സൗന്ദര്യവതിയായ പരിവൃതാനത്തമായ കണ്ണകി സ്വവസതി ഇവിടെ കാമുകിയുമൊത്ത് ആടിയും പാടിയും കോവലൻ ഉല്ലസിക്കുന്നു അതെ അറ്റുവഞ്ചി വരുന്നത് കണ്ടോ പെണ്ണ് തുഴയിണ കണ്ട് അറ്റുവഞ്ചി വരുന്നത് കണ്ട് പെണ്ണ് തുഴയിണ കണ്ട് ആറ്റിനക്കര കൊമ്പത്തിരുന്ന് കാട്ടുപൂങ്കുയിൽ പാടി ആറ്റിനക്കര കൊമ്പത്തിരുന്നൊരു കാട്ടുപൂങ്കുയിൽ പാടുന്ന കേട്ടു ഏലയ്യ 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 വയലിൽ വരമ്പത്തിരുന്നൊരു പഞ്ചവർണ്ണ കിളി പാടുന്ന കേട്ടോ കുഞ്ചവയലിൻ വരമ്പത്തിരുന്നൊരു പഞ്ചവർണ്ണ കിളി പാടുന്ന കേട്ടോ ചിറകാറ്റത്ത് തത്തിക്കളിച്ച് പഞ്ചിൽ മങ്ക വരുന്നത് കണ്ടോ ഏലയ്യ 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 സന്തോഷാദികൾ നിറഞ്ഞ 6-7 മാസക്കാലങ്ങൾ കടന്നുപോയി അന്നും ഭഗവാൻ എല്ലാ കാര്യങ്ങളും മനസ്സിൽ കണ്ട് അന്നും ഉദിച്ചുയർന്ന സൂര്യൻ പതിച്ചു പശ്ചിമാബ്ധിയിൽ സൂര്യൻ ചാഞ്ഞു കഴിഞ്ഞു എന്താ ചെയ്യുക കണ്ണകി തന്റെ ഭർത്താവിന്റെ വരവും പ്രതീക്ഷിച്ചു കാത്തു നിൽക്കുമ്പോൾ കാത്തിരിക്കുക ഇവിടെ ഉള്ള ധനവും സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ട് എല്ലാ പ്രതാപങ്ങളും നഷ്ടപ്പെട്ട് മാലയില്ല കാതിൽ കുണ്ടലമില്ല മഹാരാജാവ് കൊടുത്ത മാലയില്ല എല്ലാം ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് നർത്തകിയായ മാധവി എല്ലാം പിഴിഞ്ഞു വാങ്ങിച്ചു കുറിച്ചിയായ സുധാമാദേവി എല്ലാം പിഴിഞ്ഞു വാങ്ങി ചൊരുക്കം ഖജനാവ് സാധനങ്ങളെല്ലാം ഒഴിഞ്ഞു എന്നൊന്നുമില്ലാത്ത ഒരു ദരിദ്രനായിട്ട് മാറിയിരിക്കുന്നു ഒഴുകിപ്പോയ ധനമെല്ലാം അവളും പിരിഞ്ഞുപോയി ഒഴുകിപ്പോയി ധനമെല്ലാം ഒടുവിൽ അവളും പിരിഞ്ഞുപോയി ധനവും
സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് മുഖം വെച്ച് ഈ ലോകത്ത് ജീവിക്കും? അവന്റെ മനസ്സിൽ പറയുന്നു, മരണം, ഈ ലോകത്ത് മരണം. മനുഷ്യ എല്ലാം ഒരു നിമിഷത്തേക്ക് മാത്രം. ഇവിടെ പണവും പ്രതാപവും ഉയർന്നു നിൽക്കുന്ന കുന്നുകളും ഉയർന്നു നിൽക്കുന്ന മണിമേടകളും എല്ലാം ഒരു കൊച്ചു കാറ്റ് വന്നാൽ മതി എല്ലാം തകർന്നു പോകാൻ. ബാല്യം, യൗവനം, കൗമാരം, വൃദ്ധം, വാർദ്ധക്യം മുതലായ 4-5 ഘട്ടങ്ങളാണ് മനുഷ്യനുള്ളത്. അത് മനുഷ്യ നീ നിന്റെ നഗ്ന നേത്രങ്ങൾ ഉപയോഗിച്ച് നോക്കിക്കണ്ടെങ്കിൽ മാത്രമേ സത്യത്തെയും മിഥ്യയെയും തിരിച്ചറിയാൻ കഴിയൂ. അങ്ങനെയുള്ള കോവലൻ ഉത്തമയായ കണ്ണകിയോടൊത്ത് കഴിഞ്ഞ് അനേകം രത്നാഭരണശാലകളെല്ലാമുള്ള കോവലനെല്ലാം തകർന്ന് തരിപ്പണമായി. ഇന്ന് ഒന്നുമില്ലാത്തവനായി, ഒരു പിച്ചക്കാരനായി എന്ന് പറഞ്ഞാൽ മതി. മാധവിയുടെ വീട്ടിൽ കഴിയുന്നേ ഉള്ളൂ. മാധവ് വീട്ടിൽ നിന്നും സുധാമാദേവി പറയുന്നു, പണമുണ്ടെങ്കിൽ കഴിയാം, കടന്നുപോ. എന്താ അങ്ങനെ പറയുന്നത്? എന്റെ ധനമല്ല ഇവിടെ അല്ലേ ചെലവാക്കിയത്, എന്തിനാ അങ്ങനെ പറയുന്നത്? 6 മാസത്തെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞു, കടന്നു പോ. കോവലൻ അവിടുന്ന് ഇറങ്ങുന്നു. ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്താവിഷയം, മരണമാണ് മുന്നിൽ. ഇനി എന്തിനു ഞാൻ ജീവിക്കണം? എന്തിനു ജീവിക്കണം? ആർക്കു വേണ്ടി? അതെ, പരിവൃതാരത്നമായ കണ്ണകിയെ കാണാൻ ഒരു നോക്കുകൂടി പോകാം. അല്ല, അങ്ങനെ പോണോ? പോണം. അവസാനമായി ഒന്ന് കണ്ട് ഈ ശരീരം എന്നേക്കുമായി ഇല്ലാതാവട്ടെ. ഓ, ഈ കുഴപ്പമാവൂലേ? അങ്ങനെ കോവലൻ മെലിഞ്ഞ് സൂക്ഷിച്ച് ദേഹമാസകാലം ഉള്ള പൊന്നും പൊടിയും എല്ലാം പോയി. അതാ വെറും ശരീരമായിട്ട് പോകുന്ന നോക്കണേ. കണ്ണകിയെ കാണാൻ പോകുന്നു. ഉടഞ്ഞ ശംഖുപോലായി ജന്മം, പീഡഞ്ഞു ജന്മം പഴുതായി പോയി. ഉടഞ്ഞ ശംഖുപോലായി ജന്മം, പീഡഞ്ഞു ജന്മം പഴുതായി പോയി. ഒഴുകിപ്പോയ ഒടുവിൽ അവളും പിരിഞ്ഞു പോയി. തന്റെ ഉത്തമയായ കണ്ണകിയുടെ സജ്ജയിലേക്ക് ചെല്ലാൻ മടിച്ചു ചെല്ലുമ്പോൾ അകലെ നിന്നും അതാ കാണുന്നു തന്റെ പ്രാണപ്രിയന്റെ വരവ്. വളരെ പ്രാണപ്രിയന്റെ വരവ് കാണുകയാണ്. കണ്ണകി എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് നോക്കാം. എങ്ങനെയാ? പ്രിയമുള്ളവരെ, 6 മാസക്കാലങ്ങൾ, 1 വർഷക്കാലമായി സ്വന്തം കുടുംബത്തിൽ നിന്ന് അന്യ ഒരു കുടുംബത്തിൽ കഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് കടന്നു വരുമ്പോൾ ആ ഭാര്യ എങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നത്? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു 3 ദിവസം മാറിയെന്നാ മതിയില്ലേ? സ്വീകരിക്കത്തില്ല. പ്രാണപ്രിയന്റെ വരവെങ്ങനെയോ ധരിച്ച് അങ്ങനെ ആ പ്രാണപ്രിയന്റെ വരവ് കണ്ടോ അകലെ നിന്നും വരുന്നു. അതാണ് തന്റെ പ്രിയപ്പെട്ടവൻ. പ്രാണപ്രിയന്റെ വരവ് എങ്ങനെയോ ധരിച്ച് പേണാക്ഷിമാർ മണി സതിമണി കണ്ണകി ചേടാർന്ന പുഞ്ചിരി ചൊരിഞ്ഞു നിലാവും മോദ ക്ഷീണിച്ചണഞ്ഞ നിജകാന്തനെ ആദരിച്ചു. അതാണ് അല്ലേ? തന്റെ പ്രിയപ്പെട്ടവരെ ആദരിച്ചതാണ്, സ്വീകരിച്ചതാണ്. 6 മാസം ഇയാൾ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചില്ല. എന്താണ് ഇപ്പോൾ ചോദിക്കും? പ്രാണപ്രിയന്റെ വരവ് എങ്ങനെയോ ധരിച്ച് മണി സതീമണി കണ്ണകി ചേടാർന്ന പുഞ്ചിരി ചൊരിഞ്ഞു നിലാവ് മോദാണിച്ചണഞ്ഞ നിജകാന്തനെ ആദരിപ്പൂ. എന്നിട്ട് ചോദിച്ചു, അല്ലേ ഇതെന്ത് കളിയാണ് ഒരു ചൂടലന്യേ? കണ്ടോ, വല്ലാതെയുള്ള വെയിലത്ത് നടന്നു വന്നു.
ഈ വെയിലത്ത് നടന്നു വന്നു. അതാ കഷ്ടമായി 6 മാസക്കാലം മറ്റൊരു കുടുംബത്ത് കഴിഞ്ഞ അദ്ദേഹം വന്നപ്പോൾ എങ്ങനെയാണ് ചെയ്തത്? എങ്ങനെ? യുദ്ധം പറഞ്ഞ് സതിമാർമണി വെള്ളവും കൊണ്ട് അത്യന്ത ഭക്തിയോട് തന്റെ തന്നടുക്കൽ എത്തിയിട്ട് കാല് കഴുകിച്ച് തുടച്ചു. പിന്നെ തന്നിമാർ മകുടി കാന്തനെ വീശി മന്ദം ഒരു വിശറിയെടുത്ത്. ഇന്ന് സ്വിച്ചിട്ടാ കറങ്ങുന്ന ഫാനില്ല. അന്നത്തെ വിശറിയൊക്കെ വേറെ വിശറിയെടുത്ത് വിശറിയെടുത്ത് വീശിത്തെടുത്തിച്ചു. അത് കൊള്ളാം അല്ലേ? അത് കൊള്ളാം. കണ്ടപ്പോൾ കോവിലന് ജീവിക്കണമെന്ന് തോന്നി. പിന്നെ ആഗ്രഹം കാണത്തില്ലേ? അല്ല, ആഗ്രഹം കാണും. മരണം മുന്നിൽ കണ്ട കോവലൻ അല്പകാലം കൂടെ ജീവിച്ചാൽ കൊള്ളാം. അതാ കണ്ണകി എല്ലാം തകർന്ന് തരിപ്പണമായ ഞാൻ മരണത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കും. കോവലന്റെ വാക്ക് കേട്ട് കണ്ണകി പറയുന്നു, നമുക്ക് ജീവിക്കാം, നമുക്ക് ജീവിക്കണം. എന്റെ അച്ഛൻ തന്ന ഒരു ചിലമ്പ് വിറ്റാൽ. ചിലമ്പ്? അതെ, ചിലമ്പ് കേട്ടിട്ടില്ലേ? 2 ചിലമ്പിൽ ഒരു ചിലമ്പ് വിറ്റാൽ ഈ പ്രദേശം വിലക്ക് വന്നോ? അത് കൊള്ളാം. അപ്പൊ അത്രയ്ക്ക് വിലപിടിപ്പുള്ള സാധനം. ഈ പ്രദേശം വിലക്ക് വാങ്ങോ? അങ്ങനെ അവർ തീരുമാനമെടുത്തു. മറ്റൊന്നുമല്ല, അല്പം കാലം കൂടെ ജീവിക്കാം, ജീവിക്കാനോ ഒരാഗ്രഹം, അത്രേ ഉള്ളൂ. അതെടുക്കേണ്ട സമയമായി. അന്നേ എടുക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ട. അല്ല, അത് ശരിയാ. ഇവിടെ മധുരയിൽ ചെന്ന് ഒരു ചിലമ്പ് വിറ്റ് അതിൽ നിന്നും കിട്ടുന്ന ധനമെടുത്ത് നമുക്ക് ഒരു ഗംഗാഭരണശാല തുടങ്ങാം. അത്രയും വിലപിടിപ്പുള്ളയാണ് ചിലമ്പ്. വലിയ ആഗ്രഹങ്ങളല്ലേ? ആ ഒരു തീരുമാനത്തോടു കൂടി അവരതാ പാട്ടക്കെട്ടുമായിട്ട് പോവുകയാണ്, മധുരയിലേക്ക് പോവുകയാണ്. അവർ വളരെ ദൂരം ചെന്നപ്പോൾ ആശ്രമം. അല്ല, അതൊരു ആശ്രമമാണ്. ആ ആശ്രമത്തിൽ ബുദ്ധമതക്കാരെല്ലാം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതൊരു ചരണം ഗച്ഛാമി. ഒരു ആശ്രമമാണ് കേട്ടോ, ബുദ്ധാശ്രമം. ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി, കർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി. മക്കളെ, വയസ്സായ ഒരു അമ്മ വിളിച്ചു, മാധലി എന്ന് പറയുന്ന ഒരു വയസ്സായ അമ്മ വിളിച്ചു, മക്കളെ വരൂ, ഈ ആശ്രമത്തിൽ കയറൂ, അന്നദാനത്തിൽ പങ്കെടുക്കൂ. അതെ, ഈ പ്രാർത്ഥനയിലും പങ്കെടുക്കും. അവർ അങ്ങോട്ട് ചെന്നു. അവരും അവരോടൊപ്പം കയറിയിരുന്നു. അമ്മയോടൊപ്പം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, കർമ്മം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി. അന്ന് 2-3 നാളുകൾ അവിടെ കഴിഞ്ഞു. സംഘം ശരണം. അതെ, പ്രാർത്ഥന കോവലന്റെ കയ്യിൽ അതാ ഒരു ചിലമ്പ് പൊതിഞ്ഞ് പട്ടിൽ പൊതിഞ്ഞു കൊടുക്കുന്നു. ചിലമ്പ് മടിയിൽ തിരികെയും കോവലൻ ഓരോ ചുവടും മധുരയിലേക്ക് യാത്രയാവുക. അതെ, മധുരയിലേക്ക് യാത്രയായി. മധുരയിൽ ചെന്നു. പല രത്നാഭരണശാലകൾ കയറിയിറങ്ങി. അതെന്താ വന്നത്? വന്ന് ഒരു ചിലമ്പ് വിൽക്കാനുണ്ടായി. ചിലമ്പോ
ഈ ചിലമ്പ് വിൽക്കാൻ ചിലമ്പ് എവിടുന്നാ? ചിലമ്പ് എന്റെ ഭാര്യയുടെ ചിലമ്പാ. അതെ അതെ. എന്റെ ഭാര്യ എന്തോ രാജകുമാരിയാണ്. രാജകുമാരിമാർക്കേ ചിലമ്പിടാവെന്ന് വല്ലതും ഉണ്ടോ? രാജകുമാരി ഒന്നും അല്ല. പിന്നെ എന്റെ അച്ഛൻ തന്ന ചിലമ്പ്. അതെ. ഓ, അത് ആ, എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്നതാണ്. ആ അത് വിൽക്കാൻ വന്നതാണ്. ഓ, ആ. ചിലമ്പ് വാങ്ങുന്നു, നോക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു. തിരികെ അല്ല അതെന്താ കാര്യം? എന്താ കാര്യം എന്ന് പറഞ്ഞാ ഇത് വാങ്ങാനുള്ള പണമില്ല. അതാ ഈ ചിലമ്പ് വാങ്ങാനുള്ള പണം ആ രണ്ടാഭരണശാലകളിൽ ഇല്ല. അതാ. അതാ. അതുകൊണ്ട് ആ, കൊടുക്കുന്നു, നോക്കുന്നു, വാങ്ങുന്നു, തിരിച്ചു കൊടുക്കുന്നു. അതാ. പല പല രത്നാഭരണശാലകൾ കയറിയിറങ്ങി. ആ ആരും അത് വാങ്ങിയില്ല. ഇല്ല. രണ്ട് ചെറുപ്പക്കാർ പറയുന്നു, എന്താ? ഇവിടെ പഴയ സ്വർണവും വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു തട്ടാൻ കൊട്ടാര പണിക്കാരനാണ് ഇവിടെ അടുത്ത് താമസമുണ്ട്. അതെവിടെയാണ്? അതെവിടെയാ? സംഭവം എവിടെയാണ്? ഇവിടെ നിന്ന് കുറച്ചു പോയാൽ മതി. അത് ശരി. എന്നാ അപ്പൊ അങ്ങോട്ട് തന്നെ എന്താ പോയല്ലേ? അങ്ങോട്ട് വന്നോ? ഇത് കേട്ടുകൊണ്ട് കോവലൻ ഈ ചിലമ്പുമായി തട്ടാപ്പണിക്കാരന്റെ വീട്ടിൽ ചെന്നു. ആ ആ ആ തട്ടാന്റെ പേരറിയാം. അറിയാം. പൊന്നപ്പൻ തട്ടാൻ. ആ. പൊന്നപ്പൻ തട്ടാൻ. അത് പൊന്ന് ചേർത്തുള്ള പേര് തന്നെ. അതാണ്ട് പുള്ളിക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ടല്ലേ? ആ ആ. തൊട്ടടുത്ത ഒരാളിരിക്കുന്നു. ഒരു കാലിന് ഇച്ചിരി നീളക്കുറവുണ്ട്. അളിയൻ. 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 വൈരമുത്തു. അതും അത് തന്നെ പേര്. അതും വൈരമാണ്. എല്ലാം ചേർന്ന് പേരാ. ആ. എടുക്കാൻ വയ്യാത്ത വയറും വലിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഇരിക്കുന്നു. അതാര്? അതാരാ? ഭാര്യ ആഹാ. കമലാമ്പാൾ. ഓ കമലാമ്പാൾ. ആ, ആ, ആ. ചുരുക്കം കൊള്ളാല്ലേ? ചോദിച്ചു, എന്താ വന്നത്? ഒരു ചിലമ്പ് വിൽക്കാനുണ്ടായിരുന്നു. ചിലമ്പോ? അതെ. ഇത് കേട്ടതും ആ. പൊന്നപ്പൻ തട്ടാന്റെ മനസ്സിൽ കൂടി ഒരു മിന്നൽ കൊണ്ടാണ് കണ്ടത്. ആ 6 മാസങ്ങൾക്ക് മുമ്പ് ആ. മഹാരാജാവിന്റെ ഭക്തിയുടെ ചിലമ്പ് പണിക്കുറ്റം തീർക്കാൻ കൊണ്ടുവന്നു. അത് കള്ളന്മാരടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് അങ്ങനെ തട്ടാൻ അടിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ശരി. എന്നായാലും പിടിക്കപ്പെടും. അത് പിടിക്കപ്പെടും. ആ ഈ ചിലമ്പ് കണ്ടപ്പോൾ ആ അതേ പണി, അതേ രൂപം, അതേ നിറം, ഇവിടെ അളിയാ ഇത് കൊള്ളാം അതേ അല്ലേ? വലിപ്പം, അത് കൊള്ളാം. ഇത് മഹാരാജാവിനെ ധരിപ്പിക്കണം അതെ. എന്ന് പറഞ്ഞ് വാങ്ങി അകത്ത് കൊണ്ടുപോയി ഉരച്ചു നോക്കാൻ. ആ, ആ, ആ. ഉറച്ചു അല്ല അത് വേണമല്ലോ. അല്ല, സ്വർണ്ണം ഉരച്ചു നോക്കാൻ പോയ തട്ടാൻ ആ. പിന്നെ പുറത്തേക്ക് വന്നില്ല. ആ ഉറയ്ക്കുക. അതിന്റെ മാറ്റി നോക്കണ്ടേ? പിന്നെ ഉരച്ചോണ്ടിരിക്കുക അവിടെ. അത് ഉരച്ചു ഉരച്ചോണ്ടിരിക്കുവായിരിക്കും. കഴിഞ്ഞു. ആ. ഒരു കാലിന് നീളം കുറഞ്ഞ അളിയൻ അളിയനും തിത്തക്കോ എന്ന് പറഞ്ഞ് ഉരയ്ക്കാൻ പോയ അളിയൻ എഴുന്നേറ്റങ്ങ് പോയി. ഇപ്പൊ അളിയനോടെ ഉറങ്ങി. ഇപ്പൊ പണം വരും, ആ, ഇപ്പൊ ആ. പണം വരുമെന്ന് പറഞ്ഞു കോവലൻ. അതെ ആ പാവം അവിടെ നിൽക്കുകയാണ് അല്ലേ? അതെ. ആ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എടുക്കാൻ വയ്യാത്ത വയറുമായി സുധാമാദേവിയും കടന്നു. സുധാമാദേവി അല്ലല്ലോ, കമലാമ്മ. കമലാമ്പാളും കടന്നുപോയി. പോയി ഉരയ്ക്കാൻ പോയത്. അതെ. നിമിഷങ്ങൾ കഴിഞ്ഞു. പുറത്ത് പാവപ്പെട്ട കോവലൻ മാത്രം. അതാ അതാ. അയ്യോ പുള്ളിക്കാരൻ ഇപ്പൊ കൊണ്ടുവരുമെന്നും പറഞ്ഞ് നിൽക്കുക. പണമെല്ലാം കൂടെ കൊണ്ടുപോകാൻ. ഇപ്പൊ പണം വരും, അതെ. ഇപ്പൊ പണം വരും. വരും. നിമിഷങ്ങൾ കഴിഞ്ഞു. ആ. 2 ബലിഷ്ഠമായ കൈ വന്നു. മഴ, കള്ള. എന്താ എന്നെ പിടിക്കുന്നെന്താ? എന്താ കാര്യം പറയൂ നിങ്ങള്? കള്ള, കള്ളനോ? മഹാരാജാവിന്റെ ചിലവ് പൊട്ടിച്ച കള്ള. വാഴ. ഏ? അയ്യോ, ഞാൻ കള്ളനല്ല, ഞാൻ കള്ളനല്ല. ഞാൻ കള്ളനല്ല. അല്ല. എന്നെ വിടാൻ. വലിച്ചിഴച്ചു ഞാൻ കൊണ്ടുവന്നു. എന്നെ വിടൂ. എന്നെ വിടൂ. മഹാരാജൻ, ഞാൻ കള്ളനല്ല. മഹാറാണിയുടെ ചിലവ് പൊട്ടിച്ച കള്ളൻ. ഞാൻ കള്ളനല്ല. എന്നെ വിടൂ. എന്നെ വിടാൻ. അയ്യോ, പാവം തോണ്ട കൊണ്ടുപോകുന്നു. അതെ. നേരെ അങ്ങ് കൊട്ടാരത്തിൽ കൊണ്ടുപോവാ കേട്ടോ. കൊട്ടാരത്തിൽ ചെന്ന് മഹാരാജാവ് സൂക്ഷിച്ചു നോക്കി. നോക്കി. അരിമുല്ലപ്പൂവിന് സമമായ പല്ലുകൾ, അതെ. സൗന്ദര്യവാൻ. ഇവനാണോ നമ്മുടെ ധർമ്മഭക്തിയുടെ ജലമ പൊട്ടിച്ച കള്ളൻ? മഹാരാജൻ, ഞാൻ കള്ളനല്ല. കള്ളനല്ലെന്നോ? അതെ. കൊണ്ടുപോ. മഹാരാജൻ അരുത്. മഹാരാജൻ അരുത്. യാതൊരു ഞാൻ വിചാരണയും നിരപരാധിയാണ്, ഞാൻ കള്ളനല്ല. ഞാൻ നിരപരാധിയാണ്. കൊലക്കളത്തിൽ വലിച്ചിഴച്ചു കൊണ്ടുപോയി കോവലന്റെ കഴുത്തു ഛേദിച്ചു. കണ്ണകിയുടെ മനസ്സിൽ
കിടക്കത്തല്ലേ? എന്തോ ഒരാപത്ത് തന്റെ പ്രിയതമന് പറ്റിയതുപോലെ അതെ. 2 ദിവസങ്ങൾ കഴിയുന്നു. കണ്ണകി ആശ്രമത്തിൽ നിന്നും ഇറങ്ങുകയാണ്. തന്റെ പ്രിയതമൻ പോയിട്ട് 2-3 നാളുകളാകുന്നു. എവിടെയായിരിക്കും? എവിടെയായിരിക്കും? ഒന്നും അറിയത്തില്ല. എവിടെയാണ്? ആ, ഒരു നോക്കു കാണാൻ, ഒരു വാക്കുമിണ്ടാൻ, ഒരു നാളിലും ഒരു വീഴ്ചയില്ല. ഒരു നോക്കു കാണാൻ, ഒരു വാക്കുമിണ്ടാൻ, ഒരു നാളിലൊന്നായി ഒരു വീഴ്ചയില്ല. നോക്കു കാണാൻ, ഒരു വാക്കുമിണ്ടാൻ, ഒരു നാളിലൊന്നായി ഒരു വീഴ്ചയില്ല. കളി പറഞ്ഞില്ല, കവിത നെയ്തില്ല, കരളിന്റെ കാവിൽ കളി പറഞ്ഞില്ല, കവിത നെയ്തില്ല, കരളിന്റെ കാവിൽ കതിരണിഞ്ഞില്ല. തിരുവോണം വന്നു, തിരുനാളു വന്നു, തിരുമേനി മാത്രം തിരികെ വന്നില്ല. തിരുവോണം വന്നു, തിരുനാളു വന്നു, തിരുമേനി മാത്രം തിരികെ വന്നില്ല. മണി വീണയില്ല, മയിലാറ്റിയില്ല, മലർമാല മണി വീണയില്ല, മൈലാറ്റിയില്ല, മലർമാല ചാർത്താൻ മണവാളൻ. മതിലാപുരിയെല്ലാം നടന്നു. അതെ. എങ്ങും കണ്ടില്ല, ഇല്ല, ആരും പറഞ്ഞില്ല, പറഞ്ഞതുമില്ല. അന്വേഷിക്കാൻ ഒരു സ്ഥലമില്ല. ഇല്ല. ആരോട് ചോദിക്കും? ആ, ആരോട് ചോദിക്കും? അപ്പൊ ദാ ആളുകളെ കാണുന്നല്ലേ? 2 പയ്യന്മാർ പറയുന്നു, ആ സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ടാൽ കണ്ടാൽ ഒരു കള്ളനാണെന്ന് ആരും പറയില്ല. ആ മുഖത്ത് തന്നെ എന്തൊരു ലക്ഷണമാണല്ലേ? അതെ, അതെ, ആ, പെട്ടെന്ന് കണ്ണകി അവിടെ ചെന്നു. ആരുടെ കാര്യമാ പറയുന്നത്? അയ്യോ, അതൊന്നും പറയാതിരിക്കുന്ന കാര്യം. പറയൂ, ആരാണ്? അത് ഇന്നൊരു ചെറുപ്പക്കാരനെ ഇവിടെ നമ്മുടെ കൊലക്കളത്തിൽ വെച്ച് ശിരസ് ഛേദിച്ച്, അതാണ് സംഭവം. ഒരു വിചാരണയും കൂടാതെ. അത് അവിടെ അപ്പുറത്തോട്ട് പോയാൽ മതി, കാണാം. കൊലക്കളത്തിലോ? അതെ, മഹാരാജാവാണോ? മഹാരാജാവിന്റെ പടയാളികളാണ് അത് ചെയ്തിരിക്കുന്നത്. മഹാരാജാവാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അതെ. പെട്ടെന്ന് സംഘാരരുദ്രയെ പോലെ, പടക്കളത്തിലേക്ക് പോയ ഗാന്ധാരിയെ പോലെ, അഴിച്ചിട്ട മുടി കെട്ടുക പോലെ ചെയ്യാതെ കൊണ്ടലടി കുണ്ടലിക കെട്ടഴിഞ്ഞാടി, കൊണ്ടലടി കുണ്ടലിക കെട്ടഴിഞ്ഞാടി, കൊണ്ടലടി കുണ്ടലിക കെട്ടഴിഞ്ഞാടി,
കമലമിഴിയിണകൾ വഴി ഒഴുകി വരും അശ്രു കഥനമിട തിങ്ങിക്കപോലങ്ങൾ മങ്ങി കൊണ്ടലടി കൂന്തലിക കെട്ടഴിഞ്ഞാടി കുറുനിരകൾ തൂലെറ്റി വേർപുരിയായി കമലമിഴിയിണകൾ വഴി ഒഴുകി വരും അശ്രു കഥനമിട തിങ്ങിക്കപോലങ്ങൾ മങ്ങി വേറെ പടക്കളത്തിലേക്ക് പോയ കന്താരിയെ പോലെ 100 പേർ മരിച്ചു കിടക്കുന്ന ആ കൗരവ സഭയിലെ പോലെ എന്നപ്പോൾ അതാ ശിരസ് വേർപെട്ട് കിടക്കുന്ന കോവലനെ കൊണ്ടു കോവല വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ അണിഞ്ഞയ്യോ ശിവശിവ നല്ല മരതക കല്ലിനോ കല്യാണരൂപൻ എൻ കോവിലൻ ആ ശിരസെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ആ ശരീരമെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് തേങ്ങി തേങ്ങി ഇത് ചെയ്തതായാലും അതെ അതിന് പകരം വീട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോവുകയാണ് മഹാരാജാവിന്റെ ദർബാറിലേക്ക്. മലയാളികൾ തടഞ്ഞു. ആരാണ് ഈ തട്ടിത്തെറിപ്പിച്ചു. അത്രയ്ക്കായോ? ഈ ഭ്രാന്തിയെ പിടിച്ച് പുറത്താക്കൂ. ഇല്ല, പോകില്ല. കൊലക്കളത്തിൽ ശിരസെത്തി കിടക്കുന്ന നിരപരാധിയായ കോവലന്റെ ധർമ്മഭക്തി കണ്ണകി. ഓഹോ, ആ കള്ളന്റെ ധർമ്മബുദ്ധിയോ എവിടെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കൂ? ഇല്ല മഹാരാജാവേ, സത്യവും നീതിയും ന്യായവും മുറുകി പിടിക്കുന്ന മഹാരാജാവേ, സത്യമുണ്ടെങ്കിൽ ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ ഇതറിയണം. നിങ്ങളുടെ കയ്യിൽ കള്ളനെന്ന് മുദ്രകുത്തി അതെ കൊലക്കളത്തിൽ ശിരസ് വേർപെട്ട് കിടക്കുന്ന കോവലൻ മോഷിച്ചത് എന്താണോ അതറിയില്ലയോ? അത് ധർമ്മഭക്തിയുടെ ചിലമ്പ്, നമ്മുടെ ധർമ്മഭക്തിയുടെ ചിലമ്പാ മോഷ്ടിച്ചത്. ധർമ്മഭക്തിയുടെ ചിലമ്പ്? അതെ അതെ മഹാരാജാവേ, എന്റെ അച്ഛൻ എനിക്ക് 2 ചിലമ്പ് തന്നു. അതിൽ ഒരു ചിലമ്പ് വിൽക്കാൻ വേണ്ടി ഈ മധുര രാജ്യത്തേക്ക് വന്ന എന്റെ ഭർത്താവിനെ കള്ളനെന്ന മുദ്ര കുത്തി കഴുത്തു ഛേദിച്ച മഹാരാജാവേ, സത്യമെന്നുണ്ടോ? ധർമ്മമെന്നുണ്ടോ? ന്യായമുണ്ടോ? നീതിയുണ്ടോ? നിങ്ങൾ പറയൂ മഹാരാജൻ, പറയൂ പറയൂ പറയൂ. സദസ്സെല്ലാം നിശബ്ദരായിരുന്നു. ഒടുവിൽ കണ്ണകി പറയുന്നു, ധർമ്മഭക്തിയുടെ അടുത്തു ചെന്നു മഹാറാണി കള്ളനെന്ന് മുദ്ര കുത്തി നിങ്ങൾ പിടിച്ചെടുത്ത ചിലമ്പിൽ എന്താണുള്ളത്? നമ്മുടെ ധർമ്മഭക്തിയുടെ ചിലമ്പിൽ മുത്തുക്കളാണ്. മുത്തുക്കൾ? അതെ അതെ. ഇല്ല മഹാരാജൻ, കള്ളനെന്ന് മുദ്ര കുത്തി ഇവിടെ കൊണ്ടുവന്ന ചിലമ്പിലുള്ളത് നവരത്നങ്ങളാണ്. നവരത്നങ്ങളോ? നവരത്നങ്ങളോ? എന്തായി പറയുന്നത്? എന്തായി പറയുന്നത്? കണ്ണകിയുടെ അപേക്ഷ പ്രകാരം ധർമ്മഭക്തി ചിലമ്പ് കൊടുത്തു. വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി. അതെ, അച്ഛൻ എനിക്കത് 2 ചിലമ്പിൽ 1. അതെ പ്രിയമുള്ളവരെ, നാട്ടാര്, ഇണങ്ങര്, ഇതിൽ മുത്തുക്കളാണുണ്ടെങ്കിൽ ഈ സദസ്സിൽ തലയടിച്ച് മരിക്കുന്നതാണ്. ഓഹോ, അപ്പൊ അത് ശരി. അങ്ങനെ ശപഥമൊക്കെ ചെയ്യണോ? എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണകി ആ ചിലമ്പ് എല്ലാ ജനങ്ങളും കാണും. മഹാരാജാവിന്റെ മുന്നിൽ ആ ചിലമ്പ് എറിഞ്ഞുടച്ചു. അതിൽ നിന്നും നവരത്നങ്ങൾ കണ്ണുപറ്റി. എനിക്ക് തെറ്റുപറ്റിയല്ലോ. സന്ധ്യയും സ്വയം മഹാരാജാവ് ബുദ്ധിയാത്മഹത്യ ചെയ്യുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വഞ്ചതി തന്നിൽ പടുത്ത ഈ രാജ്യം വഞ്ചിയിൽ നിലനിന്നിടാതെ പോട്ടെ. മഹാരാജൻ ആ സദസ്സിൽ പിടഞ്ഞു മരിക്കുന്നു. കണ്ണകി വിട്ടില്ല.
ഇടത്തെ വലിച്ചു വലിച്ച് സദസ്സിൽ അറിയുന്നു. അതാ അതിഭയങ്കര ഭക്തിയാൽ മധുരാപുരിയെല്ലാം എല്ലാം വെണ്ണീറാവട്ടെ. ഒടുവിൽ രക്തമൊഴുകിക്കൊണ്ട് കണ്ണകി ഓടുകയാണ്. ഓടി ഓടി കൊടുങ്ങല്ലൂർ ചെന്ന് ഒരു കൈയിൽ ചിലമ്പും ഒരു കൈ ചൂട്ടിക്കൊണ്ട് നിൽക്കുന്ന ആ പ്രതിമ നമുക്ക് കാണാം. അതാണ് അമ്മയുടെ ദേഷ്യം ശമിപ്പിക്കാൻ അപ്പൊ ആണ്ടിൽ പൊങ്കാലയിട്ട് അമ്മയെ തൃപ്തിപ്പെടുത്തുന്ന ആ പൊങ്കാല നാൾ കാഞ്ചി കാമാക്ഷിയും കന്യാകുമാരി ദേവിയും മണ്ടക്കാട്ടമ്മയും എല്ലാം എല്ലാം അമ്മ തന്നെയാണ്. അനന്തപുരിക്കടുത്ത് അനന്തന്റെ സഹോദരിയായി അതെ ആറ്റുകാലമ്മ കുടികൊള്ളുന്നു. ആറ്റുകാലമ്മ കരിങ്കല്ലിൽ തീർത്ത ശില്പസുന്ദരമായ ഗോപുരം. സന്ധ്യയ്ക്കുള്ള ദീപാരാധനയുടെ സമയം സമാഗമമാവുകയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, അമ്മേ കാണാനും നാരായണ, അമ്മേ കണ്ടു വണങ്ങാനും നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ എന്ന മന്ത്രോച്ചാരണങ്ങൾ മുന്നോട്ട് നിൽക്കുമ്പോൾ അതാ കർപ്പൂര ദീപദൂപാദികളുടെ അകമ്പടിയോടെ ആ ക്ഷേത്ര കവാടം തുറക്കപ്പെട്ടു. അമ്മേ ഭഗവതി അന്നപൂർണേശ്വരി അഭയം തരണം ശ്രീ ദുർഗേ, അഭയം തരണം മഹാലക്ഷ്മി. അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, കൊടുങ്ങല്ലൂർ അമ്മേ നാരായണ. അടുത്ത പന്തത്തിന്റെ പ്ലയോടുകൂടി ഈ പരിപാടി ഇവിടെ സമാപിക്കുന്നു. 6:30 ഈ ആരാധന സമയമാണ്. പന്തത്തിന്റെ പ്ലയോടുകൂടി ഈ ക്ഷേത്രകലം ഇവിടെ സമാപിക്കുന്നു. പാട്ടായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ശ്രീ അയ്യപ്പൻ, ഉമ്മണിത്തങ്ക, ദക്ഷയാഗം, തച്ചോളി ചന്തു മുതലായ ചരിത്രകഥകൾ വില്ലടിച്ചാൻ പാട്ടായിട്ട് ഏതാണ്ട് 4000-ൽ പരം ക്ഷേത്രങ്ങൾ നിങ്ങൾ കളിച്ചു. ഇനിയും ദൈവം ഇതുപോലുള്ള വേദികൾ തന്നുകൊണ്ടിരിക്കുന്നു. ഈ ക്ഷേത്രങ്ങളെ ഇവിടെ അവതരിപ്പിക്കാൻ ഇതിൻ്റെ ബുക്ക് ചെയ്ത ഇതിൻ്റെ സംഘാടകർക്കും പ്രത്യേകിച്ച് ശശീന്ദ്രൻ നായർ അവർക്കും 1000 നമോവാകം നേർന്നുകൊണ്ട് പന്തത്തിൻ്റെ പ്ലയോടുകൂടി ഈ പരിപാടി ഇവിടെ സമാപിക്കുന്നു. അതുപോലെ ഈ പരിപാടി ഇവിടെ വഴിപാടായി സമർപ്പിച്ചത് അയ്യപ്പ നെയ്യ് കോയമ്പത്തൂർ, അവരോടും ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നല്ല ഒരു സദസ്സ് ലൈറ്റ് ഡെക്കറേഷനിലൊക്കെയാണ് ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. നല്ല രീതിയിൽ ഞങ്ങൾക്കൊരു സദസ്സ് ഞങ്ങളെ അനുഗ്രഹിച്ച ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളോടും പുനലൂർ ആർമിക്കുള്ള സംഘത്തിനുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ നല്ല രീതിയിൽ ശബ്ദക്രമീകരണം ചെയ്തു തന്ന കൃഷ്ണ സൗണ്ട്സ്, അതിൻ്റെ ഓരോ പ്രവർത്തകരോടും ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും. അടുത്ത ബന്ധത്തിൻ്റെ പ്ലേയോടുകൂടി ഇന്ന് ഈ വേദിയിൽ ഈ കലാവിരുന്ന് അവസാനിക്കുന്നതാണ്. ബന്ധത്തിൻ്റെ പ്ലേ തുടരുന്നു.
ആ, ആ.